ഏകദേശം ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. ഇവിടെ ഇച്ചിരി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പൊടിഞ്ഞു പോയി. ഇവിടെ കൃഷിഭൂമിയാണ്. അതായത് കൃഷിന് ഒരു കുഗ്രാമമാണ്. ഒച്ചയും വെള്ളമൊന്നും ഇല്ലാത്തൊരു കുഗ്രാമം. നമ്മളതാണ് നോക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ സിറ്റിയിൽ കൊണ്ടു എത്തിക്കഴിഞ്ഞാൽ അവർ കൂടും. അവിടെ വരാൻ എനിക്ക് താല്പര്യമില്ല. അവർക്കറിയില്ല എന്താ ശബ്ദമലിനീയ പൊടിമലിനീയ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഒക്കെ അവസാനിപ്പിച്ച് മാറി. നേഴ്സറി ഉണ്ടായിരുന്നു. നമ്മൾ കുന്നും പ്രദേശമൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്ത് സംഭവിച്ചെന്ന് കോട്ടപ്പുറം. നമ്മളിപ്പോൾ പോകുന്നത് കോട്ടപ്പുറം എന്ന സ്ഥലത്തേക്കാണ്. അല്ല, ഓടക്കാലിയാണ്. കോട്ടപ്പുറം കഴിഞ്ഞു. ഓടക്കാലി പോയി നോക്കാം എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. ഓടക്കാലി അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവിടെ ചോദിക്കാം. ഇവിടെ പോയി ഇതേ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂരിലേക്ക് ചെല്ലാൻ പറ്റുമെന്ന് ഇരിക്കണം. ഇതിരിക്കുന്നത് ലൈറ്റ് കുറച്ചെന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളവിടെ നേരത്തെ കണ്ട കനാല് കണ്ട ഈ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് പോകണുണ്ട കനാല് ഉണ്ടോ? പക്ഷെ അതിൻ്റെ വെള്ളമൊന്നുമില്ല. ഇവിടെ പണ്ടൊക്കെ കൃഷിയായിരുന്നു. ഇവിടെ ഒക്കെ ആൾക്കാർ നിർത്തി കൃഷിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആയുള്ളത് ഈ പറഞ്ഞ കവുങ്ങ് മാത്രമാണ്. ഇവിടെ കുറേ കൈത ഇപ്പം ഉണ്ട്. കൈത അത് തന്നെ. അവിടെ കുറച്ച് ചേട്ടന്മാരിട്ടുണ്ട്. അവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഇതിൽ പോയാൽ പെരുമ്പാവൂർ ചെല്ലാൻ പറ്റും. ഒരു തോട്. ഇവിടെയാണ് ഇപ്പോൾ തോട്. ശരി. ഇവിടെ കുരിശടി നിങ്ങളൊക്കെ ഉണ്ട്. കൊണ്ട് ചേട്ടന്മാരവിടെ ഇരിക്കുന്നു. മേക്കപ്പാല എന്ന സ്ഥലമാണ്. മേക്കപ്പാല ഇതിൽ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ എത്താൻ പറ്റും. നേരെ അങ്ങോട്ട് പെരുമ്പാവൂരിൻ്റെ ഭാഗത്ത് പോലെ. എവിടെതാ? ആ, ഓക്കെ ഓക്കെ, താങ്ക് യു. പെരുമ്പാവൂർ തന്നെ ഉണ്ട്. ഇവിടെ എഴുതിയുണ്ട് പെരുമ്പാവൂർ. നമുക്ക് അങ്ങോട്ട് പോവാം. മേക്കപ്പാല എന്ന സ്ഥലമാണ്. മേക്കപ്പാല. അപ്പോൾ അതിന് നമുക്ക് പെരുമ്പാവൂർക്ക് പോകാമെന്ന് പറയാം. ഇപ്പം നമുക്ക് നോക്കാം. അല്ല, നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. പിന്നെ നൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അത്ര എന്തെങ്കിലും തിരിക്കാമെന്ന് പറഞ്ഞാൽ നടക്കും. മേക്കപ്പാല ഇനി കുറച്ച് കഴിയത്തില്ല. ഇത്തരം വീടുകളൊക്കെ ഇവിടെ ഉണ്ടല്ലേ. കേരളത്തിലൊരു വീടാണ് കേട്ടോ. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല. പെരുമ്പാവൂർക്ക് പോകുന്ന വഴി അവിടെയുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്. ഇതേ ശിവാനിയുടെ കഞ്ഞിക്കട. ശിവാനിയുടെ കഞ്ഞിക്കട. അപ്പോൾ ശിവാനി എന്ന് പറഞ്ഞാൽ ആരോ ഉണ്ട്. ഇതാണെന്നോ കേട്ടോ കഞ്ഞിക്കട.
ഓക്കെ. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ്. ലോഡിട്ട് സിമ്പിളായിട്ടുള്ളൊരു വീടാണ്. ഓക്കെ. ഇവിടെയൊക്കെ കാപ്പി അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇത് പഴയ വീടായിരുന്നിരിക്കാൻ പറ്റും. പഴയ വീടുകളൊക്കെ ഉണ്ട്, ചെറിയ വീടുകൾ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റൈറ്റ് സൈഡിൽ വാഴക്കൃഷിയുണ്ട്. ഇവിടെ അങ്ങോട്ട് താഴേക്ക് വാഴ വെച്ചിട്ടുള്ളൂ. ഇവിടെ ഇടന്ന് വെച്ചിട്ടാണെങ്കിൽ അതിനപ്പുറം അന്നാർച്ചക്ക, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ അന്നാർച്ചക്ക. നമുക്ക് മുന്നോട്ട് പോകാം. എവിടെയൊക്കെ പെരുമ്പാവൂരിൻ്റെ ഭാഗമായിട്ടാവാം ഈ റബ്ബർ മീനാണ് ഇവിടെയൊക്കെ. പുള്ളി എന്തോ പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ല. അയാൾ അങ്ങോട്ട് പോയിട്ട് അവിടെ തിരിഞ്ഞു പോയെന്ന് പറഞ്ഞ്. വളരെ സ്ലോ ആണ് പുള്ളി. ഗ്രാമം എന്ന് പറഞ്ഞാൽ തനി ഗ്രാമം. എന്തോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് താമസം, താമസം, ഫങ്ഷൻ, വീട് താമസം. ഇനി ഞായറാഴ്ചയായിട്ട് ആൾക്കാരുണ്ടാവും. പിള്ളേർ സ്റ്റാറുണ്ടാക്കുന്ന സ്ഥലമുണ്ട് വീട്ടിലെ സ്റ്റാറുകൾ മൂലി കുറേ ഇവിടെ കോഴിക്കറിയുടെ ഒരു മാളയിലൊക്കെ വെണ്ണൂരൊക്കെ പോയ സമയത്തുള്ള നാടൻ കോഴീനെയൊക്കെ കറി വെച്ചിട്ട് വിൽക്കുന്ന മണം. ഓരോ സ്ഥലത്ത് ഓരോ മണമല്ലേ. അപ്പോൾ അതേക്കൊക്കെ പാടവരിയൊക്കെ ഉണ്ട്. പാടമായിരുന്നു, പക്ഷെ അത് ഉപയോഗിക്കണില്ല. അതൊക്കെ അങ്ങനെ തരിശാക്കി ഇട്ടൊക്കെയാണ്. സ്ഥലം പോലും കാര്യമായിട്ട് ഉപയോഗിക്കണില്ല. ഇതൊക്കെ റൈറ്റ് സൈഡിലും ആകെയുള്ള ഒരു റബ്ബർ മാത്രം, വേറെ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല. അപ്പം വൃത്തിയുള്ള കള്ളി ഷാപ്പാണ്. ഷാപ്പിലേക്ക് അറിയാം. ഈ സ്ഥലമൊന്നും ഒരു പിടിയില്ല. ഏതൊരു ഗ്രാമപ്രദേശം സ്ഥലമൊന്നും അറിയില്ല. പെരുമ്പാവൂരിൻ്റെ ഭാഗമാണ്.
വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? വേങ്ങൂർ. നമ്മുടെ ഈ വഴിയൊക്കെ ഒരുപാട് ഈ വഴി പോയിട്ടില്ല. വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയൊക്കെ ഒരുപാട് വീടുണ്ട്. ഒരു പഴയ വീടുണ്ട്. പഴയതാണ് അറിയില്ല. പണ്ട് താമസിച്ചിരുന്ന അവരപ്പുറത്തേക്ക് പുതിയത് പണിപ്പോൾ അങ്ങോട്ട് മാറിയുന്നതാണ്. ഓടിപ്പോയി ആദ്യം ചെറിയ ടൗൺ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് വേങ്ങൂർ ടൗൺ ആയിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഒരു ബോർഡുണ്ട്. ഓടക്കാലി സ്ട്രൈറ്റ്, കുറുക്കുംപടി റൈറ്റ്, കോട്ടപ്പടി ലെഫ്റ്റ്. നമുക്കിങ്ങോട്ട് പോകണം. കുറുക്കുംപടിയിലേക്ക് പോകുമ്പോഴാണ് പെരുമ്പാവൂർ ചെല്ലണേന്ന് തോന്നണേ. സമയം 5:05 ആയിട്ടുള്ളൂ. അല്ല, ഇത് ഓടക്കാലിക്കവല ഉണ്ടോ? ഓടക്കാലിക്കവല പയ്യാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പയ്യാൽ ഓടക്കാലിക്കവല. ഇറച്ചിപ്പൊടികളും മിതമായ നിരക്ക്, സ്പേസ് അവൈലബിൾ. ചെറിയൊരു ടൗൺ ഏരിയയാണ്. ചെറിയൊരു ടൗണാണ്. ഞായറാഴ്ച കൊണ്ട് ആളുകളെ പണിക്കൊന്നും നിൽക്കുന്നില്ല. ഇവിടുന്ന് ഈ റൈറ്റ് പോകുന്നതാണ്. നേരെ പോയാൽ ഓടക്കാലി. കുറച്ച് ദൂരം കൂടി പോവാം. കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചെയ്യാം. ഓടക്കാലി മൂവാറ്റുപുഴ റോഡാണ്. നെടുങ്ങാപ്ര എന്ന സ്ഥലമായി. നെടുങ്ങാപ്ര റോഡ് നല്ലതാണ്. എനിക്കാണ് MC റോഡാണെന്ന് മനസ്സിലായി. മൂവാറ്റുപുഴ റോഡിലേക്ക് ഈ റോഡ് പിന്നെയും ബെറ്ററാണ്. പയ്യാൽ അതൊക്കെ വാരം കോഴി അല്ല വാഴാടാണ്. ഞാൻ കുറച്ച് മുന്നോട്ട് പോവാം. കുറച്ച് സമയം കൂടി ഉണ്ട് നമുക്ക്. കേട്ടോണേ. കയറ്റുവാണെങ്കിൽ നല്ല ലോങ് കയറ്റുമായിരിക്കും. ക്ലൈംബറ്റ് ആണ് ഫസ്റ്റ്. വട്ടപ്പാറച്ചാൽ കോട്ടപ്പടി റോഡ്. അവിടെ ലെഫ്റ്റ് കോട്ടപ്പടി റോഡാണ്. നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. ആ താമസമുള്ള ഏരിയ ഉണ്ട്, കുഴപ്പമില്ല. എല്ലായിടത്തും റബ്ബറാണ്. ഒരു കോൺവെൻ്റാണ്. നിർമ്മല കോൺവെൻ്റ് സിസ്റ്റമായ ഇതൊക്കെ മണ്ണൊക്കെ എടുത്ത് എന്തൊക്കെയോ പുതിയതായിട്ട് ആരൊക്കെയോ വീട് വെച്ചിട്ടുണ്ട്.
അതിന് നല്ല ഇറക്കം അതുപോലെ നല്ല റോഡായതുകൊണ്ട് കുഴപ്പമില്ല. ബ്രേക്ക് മുട്ടുന്നുണ്ട്. ഇവിടെ കുറച്ച് കൃഷിയുണ്ട്. ഇവിടെയൊക്കെ കപ്പ കൃഷിയാണ് കേട്ടോ. കൊള്ളി എന്ന് പറയും, കപ്പ എന്ന് പറയും, മരച്ചീനി. അതിൻ്റെ അപ്പുറത്ത് പശുവിന് കൊടുക്കുന്ന പുല്ലാണെന്ന് തോന്നേ. ഉണ്ടോ? കപ്പ കൃഷിയാണ്. ഇപ്പോൾ പെരുമ്പാവൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം കാഴ്ചകൾ കാണുന്നത്. ചില ഭാഗത്തൊക്കെ കൃഷിയുണ്ട്, ചില ഭാഗത്ത് ഇവിടെ വാഴ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. വാഴ എന്ന് കൃഷി എന്ന് പറയാൻ പറ്റില്ല. ജീപ്പുണ്ട് പോട്ടെ. അപ്പോൾ ഒരു മഴക്കാറുണ്ട്. ഇത് അശമന്നൂർ ഗ്രാമപഞ്ചായത്തുണ്ടോ? പയ്യാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ. അശമന്നൂർ ഗ്രാമം പോണത് കോട്ടപ്പടി പെരുമ്പാവൂർക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. ഞാനും പോവാങ്ങോട്ട് കുറച്ച് ദൂരം. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നാം. ഇവിടെ ഗ്രാമമൊക്കെ മാറി അത്യാവശ്യം ഒരു പോഷ് ഏരിയ പോലെയൊക്കെ ആയിട്ടുണ്ട്. പശുവൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മാടക്കടയുണ്ട് കേട്ടോ, ചെറിയൊരു കട. ഇവിടെ ചാണകത്തിൻ്റെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമപ്രദേശമാണല്ലോ. നമ്മൾ മുന്നോട്ട് പോയാണ്. എന്താവുമെന്നറിയില്ല. പോയി നോക്കാം അല്ലേ. പോട്ടെ. ചോദിച്ചോ.